2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. കെ.എൻ. ബാലഗോപാലിന്റെ 4ാമത്തെ ബജറ്റിന്റെ സവിശേഷതകളാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. 1,38,000 പരം കോടിയുടെ വരവും 1,66,000 കോടിയുടെ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ കാര്യമായ വലിയ തോതിൽ ജനങ്ങളെ ബാധിക്കുന്ന നികുതി നിർദ്ദേശങ്ങളൊന്നുമില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതേസമയം കോടതി വ്യവഹാരങ്ങൾക്ക് ചെലവ് കൂടും. ചെക്ക് കേസാവട്ടെ, സ്വത്ത് കേസാവട്ടെ, ഇതിനൊക്കെ കോടതിയെ സമീപിക്കാൻ കൂടുതൽ കോർട്ട് ഫീസ് മുടക്കേണ്ടി വരുമെന്നുള്ളതാണ് ജനങ്ങളെ ഡയറക്റ്റായി ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ മദ്യത്തിന് പതിവ് പോലെ വില കൂടും. മദ്യത്തിന് മേൽ ലിറ്ററിന് 10 രൂപ വെച്ച് ഗാൽവനേജ് ഫീ ചുമത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെയർ വാല്യൂ പരിഷ്കരിക്കാനുള്ള ഭൂമിയുടെ ഫെയർ വാല്യൂ പരിഷ്കരിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. പാട്ടം കുടിശ്ശിക തിരിച്ചുപിടിക്കും. അതുപോലെ തന്നെ GST വരുന്നതിന് മുമ്പ് വാറ്റ് കുടിശ്ശിക വരുത്തിയ ആളുകൾക്ക് അത് അടയ്ക്കാനുള്ള ആംനസ്റ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടങ്ങിയവയാണ് നികുതി നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അമൽ തേനംപറമ്പിലാണ് വിവരങ്ങളുമായി ഉള്ളത്. അമൽ, എനിക്ക് തോന്നുന്നു ഈ ബജറ്റിന്റെ ഹൈലൈറ്റ് ആയിട്ട് 3 കാര്യങ്ങളെ കാണാം എന്ന്. കേരളം തകരില്ല, കേരളം തളരില്ല, കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര ഞരമ്പുകളിൽ, കേരളത്തെ കേന്ദ്രം ശ്വാസം മുട്ടിക്കുന്നു തുടങ്ങിയ നിലയിൽ കേന്ദ്രവിരുദ്ധ സമരത്തിന്റെ, കേന്ദ്രവിരുദ്ധ പോരാട്ടത്തിന്റെ ഒരു ടെംപ്ലേറ്റായി ബജറ്റ് മാറുന്നു. 1. 2, ഇടതുപക്ഷം അധികാരത്തിലെത്തുന്നതിന് മുൻപ് പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷനുകൾ 2,500 ആക്കും, റബ്ബറിന്റെ താങ്ങുവില 250 ആക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായെങ്കിൽ ഇത്തവണ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടുള്ള 1,600 തുടരുകയാണ്. നാമമാത്രമായ 10 രൂപയുടെ വർധന ഈ റബ്ബറിന്റെ താങ്ങുവിലയുടെ കാര്യത്തിൽ ഉണ്ട്, വിലസ്ഥിരതാ ഫണ്ടിന്റെ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതിൽ ഉപരിയായി പ്രത്യേകിച്ച് ക്ഷേമ പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അത് സർക്കാരിന്റെ സാമ്പത്തിക ഞെരുക്കത്തെ സൂചിപ്പിക്കുന്നതാണ്. 3ാമത്തേത് വളരെ ശ്രദ്ധേയമായ ഉന്നത വിദ്യാഭ്യാസം, ടൂറിസം, വ്യവസായം, കെയർ അടക്കമുള്ള രംഗങ്ങളിൽ വലിയ തോതിൽ വ്യാപകമായി സ്വകാര്യ നിക്ഷേപത്തിന് ചുവപ്പ് പരവതാനി വിരിക്കുകയാണ്. അങ്ങനെ ഈ 3 ഹൈലൈറ്റുകളായി ഈ ബജറ്റിനെ കണ്ടാൽ അമൽ എങ്ങനെ വിലയിരുത്തും? അഭിലാഷ്, ഈ ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: സാർ, കേരളത്തിന്റെ സമ്പദ്ഘടന ഒരു സൂര്യോദയ സമ്പദ്ഘടനയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന പ്രസക്തമായ നിരീക്ഷണം പങ്കുവച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് ഈ ബജറ്റ് പ്രസംഗത്തിന്റെ ആദ്യ വരി എന്ന് പറയുന്നത്. ഒരു സൂര്യോദയ സമ്പദ്ഘടന, അങ്ങനെയാണ് കേരളത്തിന്റെ സമ്പദ്ഘടനയെ വിശേഷിപ്പിക്കുന്നതെങ്കിൽ കൂടി പിന്നീട് അങ്ങ് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. ഈ സംസ്ഥാനത്തുണ്ടായ സാമ്പത്തിക ഞെരുക്കത്തിന് കാരണം, പെൻഷൻ മുടങ്ങിയതിന് കാരണം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കൃത്യമായ കേന്ദ്ര വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരുന്നു ബജറ്റ് മുന്നോട്ട് പോയത്. കാര്യമായ നികുതി വർധനവ് ഏതെങ്കിലും വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മദ്യത്തിന്റെ വിലയിലടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഗാലനേജ് ഫീ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് ബെവ്കോ അവരുടെ ലാഭത്തിൽ നിന്ന് നൽകേണ്ട പൈസയാണ്. അതിനാൽ തന്നെ അതിന്റെ ഒരു ഭാരം സാധാരണക്കാർക്ക് മേൽ ഉണ്ടാകില്ല, ഈ മദ്യം വാങ്ങുന്ന ആളുകൾക്ക് മേൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം മറ്റ് തീരുവകളൊന്നും കാര്യമായി വർദ്ധിപ്പിക്കാതെ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി ഉണ്ടാകുന്ന ഒരു സാധാ ബജറ്റ് എന്നുള്ള നിലയിൽ ഇത് കടന്നു പോവുകയാണ്. കൃത്യമായ കേന്ദ്ര വിമർശനം എല്ലാ മേഖലയിലും ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, അഭിലാഷ് നേരത്തെ പറഞ്ഞ കാര്യമാണ്, വിവിധ മേഖല എന്നല്ല, ഒരു പ്ലാൻ ബി, കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി സർക്കാരിനെ ഞെരുക്കുന്നുണ്ടെങ്കിൽ ഒരു പ്ലാൻ ബി ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ധനമന്ത്രി പറഞ്ഞു വെക്കുന്നത്. പ്ലാൻ ബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായി തന്നെയുള്ള സ്വകാര്യ നിക്ഷേപമാണ്. അത് സർവ്വത്ര മേഖലയിലും, ഏതെങ്കിലും ഒരു ഇടതുപക്ഷ സർക്കാർ സമീപകാലത്തൊന്നും നടത്താത്ത തരത്തിലുള്ള സ്വകാര്യ നിക്ഷേപം സർവ്വ മേഖലയിലും നടത്തുന്നു. വിദേശ നിക്ഷേപം വിദ്യാഭ്യാസ മേഖലയിലടക്കം അതിൽ തന്നെ ഇപ്പോൾ ഇടതുപക്ഷം ഏറ്റവും ശക്തമായി വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കുന്നു തുടങ്ങിയവയാണ്. കെ.എൻ. ബാലഗോപാൽ SFIയുടെ പഴയ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഞാനത് വിദ്യാർത്ഥിയാണ്, എനിക്ക് ഓർമ്മയുണ്ട്. അതേ കെ.എൻ. ബാലഗോപാൽ ധനമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കുന്നത് അക്കാദമിക് വിദഗ്ധരുടെ കമ്മിറ്റി രൂപീകരിച്ച് ഗ്ലോബൽ കോൺക്ലേവ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിദേശ നിക്ഷേപവും സ്വകാര്യ നിക്ഷേപവും ആകർഷിക്കുന്നതിനു വേണ്ടി രൂപീകരിക്കും. ഉന്നത വിദ്യാഭ്യാസ നിക്ഷേപ നയം രൂപീകരിക്കും. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം എന്നുള്ളത് സ്വകാര്യ മൂലധനം ആവശ്യമുള്ള സ്വകാര്യ മൂലധന നിക്ഷേപം ക്ഷണിക്കേണ്ട ഒന്നാണ് എന്ന് ഇടതുപക്ഷ സർക്കാരിന് തോന്നുന്നു. അതിന് ചുവപ്പ് പരവതാനി അവർ വിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ തരത്തിൽ പഴയ SFI സംസ്ഥാന സെക്രട്ടറി വിദ്യാഭ്യാസത്തിന്റെ വാണിജ്യവൽക്കരണത്തിനെതിരെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ അടികൊണ്ടിട്ടുള്ള നേതാവ് ധനമന്ത്രിയായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണം പ്രഖ്യാപിക്കുന്നതിന്റെ അപൂർവത കൂടി കാണണം. അപൂർവമായ ഒരു പ്രസ്താവന എന്ന് കാണാം. ഈ പറയുന്ന സ്വകാര്യ കോളേജുകൾക്കെതിരെയും അല്ലെങ്കിൽ മറ്റ് ഇടപെടലുകളൊക്കെ നടന്ന സമയത്തും സ്വാശ്രയ സമരം നടന്ന സമയത്തെ ചരിത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും സ്വാശ്രയ നയം അറബിക്കടലിൽ എന്നുള്ള കാലമൊക്കെ കടന്നുപോയിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാനുള്ള നീക്കത്തിലേക്ക് സർക്കാർ പോവുകയാണ്. അതിനുള്ള പ്രഖ്യാപനം ബജറ്റിൽ തന്നെ ഉണ്ടാകുന്നു. അഭിലാഷ് പറഞ്ഞതുപോലെ കൗതുകകരമായ കാര്യമാണ്. കെ.എൻ. ബാലഗോപാൽ തന്നെ ഇത് പറയുന്നു എന്നുള്ളത്.